അപ്പോസ്തലപ്രവൃത്തികൾ 5:20 നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം അവിടുന്ന് ശിഷ്യരോട് ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കാൻ കൽപ്പിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ ലഭിക്കുന്ന സൗജന്യ രക്ഷയും തുടർന്ന് ദൈവത്തിന് ഹിതമുള്ള ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതും അതിനാലുള്ള നിത്യസ്വർഗ സൗഭാഗ്യവുമാണ് സുവിശേഷം പ്രസംഗിക്കുന്നവർ അറിയിക്കുന്നത്. പാപവഴികൾ വിട്ട് ജീവിക്കാനും നീതിയോടെ ദൈവത്തെ ആരാധിക്കാനും അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ തുടങ്ങിയവ ഉപേക്ഷിക്കാനും പ്രസംഗിക്കുമ്പോൾ സമൂഹത്തിനും ലോകത്തിനും നന്മയാണ് ഉണ്ടാകുന്നത്. എന്നാൽ അത് ചിലർക്ക് ഇഷ്ടമല്ല. കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന പലതും ഉപേക്ഷിക്കാനുള്ള ആഹ്വാനത്തെ അവർ എതിർക്കുന്നു. ചിലർക്ക് തങ്ങളുടെ അനുയായികളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നതും മറ്റു പലർക്കും അവരുടെ കച്ചവടം നഷ്ടപ്പെടുന്നതും എതിർപ്പിന് കാരണമാകാം. എന്നിരുന്നാലും ഈ കാലത്തിന് വേണ്ടി മാത്രമല്ല, നിത്യതയ്ക്കും ആവശ്യമാകിയാൽ സുവിശേഷം അറിയിക്കാനുള്ള നിയോഗം നമുക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തലന്മാർ ഈ സുവിശേഷം അറിയിച്ചു തുടങ്ങിയപ്പോൾ അവർ അതുവരെ ഉൾപ്പെട്ടു നിന്ന സമൂഹം അവരെ എതിർത്തു. വെറും പ്രസംഗം മാത്രമല്ല, രോഗികൾ സൗഖ്യമാകുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടും അപ്പോസ്തലരുടെ പ്രസംഗത്തെ എതിർക്കാൻ യഹൂദമത മേധാവികൾ തീരുമാനിച്ചു. അവർ അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിൽ അടച്ചു. എന്നാൽ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ തടവറ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു വരികയും പിറ്റേന്നാൾ ഈ സുവിശേഷം അഥവാ ജീവൻ്റെ വചനം വീണ്ടും ചെന്ന് പ്രസംഗിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ആത്മീയ മരണം സംഭവിച്ചവർക്ക് പുതുജീവൻ, ആത്മീയ ജീവൻ, ദൈവിക ജീവൻ, നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ഈ ജീവൻ്റെ വചനം. ആകയാൽ എതിർപ്പുകൾ ഉണ്ടായാലും മടുത്തുപോകാതെ ദൈവിക നിയോഗമനുസരിച്ച് നമുക്ക് ചെല്ലാൻ കഴിയുന്നിടത്തെല്ലാം ഇത് പ്രസംഗിക്കാം. ചിലരെങ്കിലും അതിനാൽ ദൈവത്തെ അനുസരിക്കാൻ മുന്നോട്ട് വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.